പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. അഭിനവ് സുന്ദർ നായിക് എന്ന് പറയുന്ന സംവിധായകൻ, അദ്ദേഹം തൻ്റെ മൂന്നനുണ്ണി അഫോഫേറ്റ് എന്ന ചിത്രത്തിലൂടെ നമ്മളെ ഞെട്ടിപ്പിച്ചു. അതിനുശേഷം അദ്ദേഹത്തിൻ്റേതായി ഇറങ്ങിയ നെഫ്ലിൻ നായകനായ ചിത്രമായിരുന്നു മോളിവുഡ് ടൈംസ് എന്ന ചിത്രം. മികച്ച രീതിയിലുള്ള പ്രതീക്ഷകളൊക്കെ, മികച്ച രീതിയിലുള്ള പോസിറ്റീവ് റിവ്യൂ ഒക്കെ കിട്ടിയ ചിത്രമായിരുന്നു. പക്ഷേ കളക്ഷൻ്റെ കാര്യത്തിൽ മികച്ച രീതിയിലുള്ള കളക്ഷൻ കിട്ടുന്നില്ല എന്ന്, ഈ കിട്ടിയ പോസിറ്റീവിനനുസരിച്ചുള്ള കളക്ഷൻ കിട്ടുന്നില്ല. ഒരുപക്ഷെ അത് അവർ പ്രേക്ഷകർ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു നെഫ്ലിൻ്റെ പ്രകടനമാകാം. കാരണം തമാശയൊക്കെ കലർന്ന ഒരു നെഫ്ലിനെയായിരുന്നു പ്രതീക്ഷിച്ചതെങ്കിലും സിനിമയ്ക്കുള്ളിലെ കഥ പറഞ്ഞു പോയപ്പോൾ അതൊരു സീരിയസ് വിഷയമായി മാറി. മികച്ച ഒരു കഥാപാത്രം തന്നെ, എന്നാലും നെഫ്ലിൽ നിന്ന് പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രമല്ല എന്നുള്ളൂ. ഷറഫുദ്ദീനുണ്ട്, സംഗീത് പ്രതാപുണ്ട്, അങ്ങനെ മികച്ച ഒത്തിരി കഥാപാത്രങ്ങളുണ്ട്. പക്ഷേ കളക്ഷൻ്റെ കാര്യത്തിൽ വലിയ വർധനവ് നേരിടുന്നില്ല എന്നുള്ളത് ചിത്രത്തെ വളരെ നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട്. നമുക്ക് ഇന്നലത്തെ കളക്ഷൻ നമ്മൾ പരിശോധിക്കുമ്പോൾ തന്നെ ഇന്നലെ 1,83,00,000 രൂപ മാത്രമേ ഇത് കണക്ട് ചെയ്യാൻ പറ്റിയുള്ളൂ. 1,83,00,000 മികച്ച രീതിയിലുള്ള കളക്ഷൻ തന്നെയല്ലേ. കേരള കളക്ഷൻ ആദ്യ ദിവസം 1,73,00,000, രണ്ടാമത്തെ ദിവസം 1,73,00,000, മൂന്നാമത്തെ ദിവസം 1,83,00,000, അങ്ങനെ ടോട്ടൽ 5,33,00,000 കേരള കളക്ഷൻ എത്തി. അതുപോലെ തന്നെ വേൾഡ് വൈഡ് കളക്ഷനും ഏകദേശം ആ രീതി തന്നെ കിട്ടിക്കാണുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അങ്ങനെ 11-12 കോടിയിലേക്ക് ചിത്രം എത്താനുള്ള സാധ്യതയുണ്ട്. കാരണം കൃത്യമായിട്ടുള്ള വേൾഡ് വൈഡ് കളക്ഷൻ്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. എന്നാലും നമ്മൾ കണക്കൂട്ടനുസരിച്ച് 11-12 കോടിക്ക് മുകളിൽ എത്താനുള്ള സാധ്യതയാണ് കാണുന്നത്. അതുപോലെ ബാക്കിയുള്ള കേരളം ഒഴിച്ചുള്ള ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലെയും കണക്കുകൾ വരുമ്പോൾ വലിയ പ്രതീക്ഷ ഉണർത്തുന്ന കണക്കുകളല്ല തിരിച്ചു വരുന്നത്. ആന്ധ്രയിൽ നിന്ന് ഇത്രയും ദിവസം കൊണ്ട് 8 ലക്ഷം രൂപ മാത്രമേ കളക്ട് ചെയ്തുള്ളൂ. തമിഴ്നാട് നിന്ന് 13 ലക്ഷവും, കർണാടകത്തിൽ നിന്ന് 48 ലക്ഷവും, കേരളത്തിൽ നിന്ന് നമ്മൾ പറഞ്ഞ പോലെ 5,33,00,000 രൂപയുമാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. ഹിന്ദി ബെൽറ്റിൽ നിന്ന് 12 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. ടിക്കറ്റ് ബുക്കിംഗ് ഞായറാഴ്ച ദിവസത്തെ നോക്കുമ്പോൾ ഏകദേശം 43,580 ടിക്കറ്റാണ് വിറ്റുപോയിരിക്കുന്നത്. നെഫ്ലിൻ്റെ മിക്കവാറും ചിത്രങ്ങളിലേക്ക് കളക്ഷൻ നോക്കുമ്പോൾ ഏകദേശം 50,000, 60,000, 70,000 ഒക്കെയാണ്. ഞായറാഴ്ച ദിവസമൊക്കെ 1 ലക്ഷമൊക്കെ കിടക്കുന്ന ടിക്കറ്റ് വിൽപ്പനയായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇത് അത്രമേലൊന്നും ഇല്ല. ഏകദേശം ഇത് മുടക്കുമുതൽ തിരിച്ചു പിടിക്കുമോ എന്നുള്ളത് ചെറിയ സംശയത്തിൽ നിൽക്കുകയാണ്. കാത്തിരുന്ന് കാണുക മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. തിങ്കളാഴ്ച ദിവസം പരിശോധിക്കുമ്പോൾ എല്ലാ ചിത്രങ്ങളെ പോലെ 1 മണിക്ക് ട്രെൻഡിങ് ഇപ്പോഴും വന്നിട്ടില്ല. അതുതന്നെ ചിത്രത്തെ വളരെയധികം നെഗറ്റീവായിട്ട് ബാധിച്ചിരിക്കുകയാണ്. ചിത്രം മികച്ച ഒരു ചിത്രമാണെന്ന് യൂട്യൂബർമാരൊക്കെ പറഞ്ഞെങ്കിലും പൊതുവെ അഭിപ്രായം ആവറേജിന് മുകളിൽ നിൽക്കുന്ന ഒരു ചിത്രമാണെന്ന് പൊതുവെ ഒരു അഭിപ്രായപ്പെട്ടെങ്കിലും പ്രേക്ഷകരെ ആകർഷിക്കാൻ ഈ ചിത്രത്തിന് കഴിയുന്നില്ല എന്ന് തന്നെയാണ് ഈ കളക്ഷനുകളെല്ലാം കൃത്യമായിട്ട് നോക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഇന്ന് തിങ്കളാഴ്ച ദിവസവും വളരെ ശോകമായ ബുക്കിംഗാണ് കാണുന്നത്. എന്തായി തീരുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. കാത്തിരിക്കാം. ഇതൊരു വിജയ ചിത്രമാകുമോ ഇല്ലയോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്തും വരെ ഓക്കെ ബൈ.